ഇന്നത്തെ വീഡിയോ സൂഡിയോൻ പർച്ചേസ് ചെയ്ത എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരുപോലെ ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ലിപ്സിന് വേണ്ട സാധനങ്ങളാണ്. ഇത് സൂഡിയോ ബ്ലാക്ക് കറൻറ്റ് ഫ്ലേവർ അടങ്ങിയിട്ടുള്ള ലിപ് സ്ക്രബ്, ലിപ് ബാം ആൻഡ് ലിപ്സ്റ്റിക്കാണ്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൂബെറി അവൈലബിൾ ആണ് ആൻഡ് ഐ തിങ്ക് പീച്ച് അവക്കാഡോ അവൈലബിൾ ആണ്. സോ ഐസ്ക്രീമിൽ ബ്ലാക്ക് കറൻറ്റ് ഇഷ്ടമായതുകൊണ്ട് ബ്ലാക്ക് കറൻറ്റാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തത്. നമുക്ക് ഈ പാക്കേജിങ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. സോ ഇത് ഫസ്റ്റ് വൺ ഒരു ലിപ് സ്ക്രബ് ഉണ്ട്, ഇതിൽ ചെറുത് ലിപ് ബാം ഉണ്ട് ആൻഡ് ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് ആൻഡ് റീസണബിൾ പ്രൈസാണ്. ഈ മൂന്നെണ്ണം അടങ്ങിയിട്ടുള്ള ഈ പാക്കേജിങ്ങിന് ജസ്റ്റ് 199 റുപ്പീസാണ്. സോ ഇത് ലിപ് സ്ക്രബാണ്. നമുക്കിതിന് ഓപ്പൺ ചെയ്ത് നോക്കാം. വളരെ ക്യൂട്ടായിട്ടുള്ള കണ്ടെയ്നറാണ് ആൻഡ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഷെയ്ഡ് അത് തന്നെയാണ്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബട്ട് ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ടാറ്റ ഡി പ്രൊഡക്ട്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. ബട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ലിപ് സ്ക്രബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സെയിം കളർ തന്നെയാണ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ലിപ് ബാമും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ തോന്നുന്നു ബ്ലൂബെറി പർച്ചേസ് ചെയ്യാത്തത് നന്നായി. കാരണം നമ്മുടെ ലിപ് സ്ക്രബ്, ലിപ് ബാം സെയിം ഷെയ്ഡാണ്. സോ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ബ്ലൂ ഷെയ്ഡാണെങ്കിൽ നമ്മൾ അതെന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഇനി നമുക്ക് ഈ ചെറിയ ലിപ്സ്റ്റിക്കും ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡും സെയിം നമ്മുടെ ബ്ലാക്ക് കറൻറ്റ് ഷെയ്ഡാണ്. സ്മെല്ല് 3 പ്രോഡക്ട്സിൻ്റെ സ്മെല്ല് സെയിം തന്നെയാണ്. ബ്ലാക്ക് കറൻറ്റ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് ആൻഡ് മേറ്റ് ഫിനിഷിങ് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. വളരെ സ്മൂത്താണ് ബട്ട് ലോങ് ലാസ്റ്റിംഗ് ഒരിക്കലുമല്ല. കാരണം ഇതൊരു വാട്ടർ പ്രൂഫ് പ്രോഡക്റ്റ് ഒന്നുമല്ല. ജസ്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക് എന്തെങ്കിലും നമ്മൾ കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിന് പോകും. ഇതിന് ലോങ് ലാസ്റ്റിംഗ് ഒരിക്കലും ഇല്ല. ബട്ട് കളർ ആൻഡ് സ്മെൽ വളരെ അടിപൊളിയാണ്. ആൻഡ് ലിപ് സ്ക്രബ് നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. സോ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് നമുക്കറിയില്ല. ലിപ് ബാം അതുപോലെ അറിയില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇത് എല്ലാം ഓപ്പൺ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സൂഡിയോ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ആണ്. ഓൾറെഡി ഞാൻ ഡാസ്ലർ ആൻഡ് നൈക്കയുടെ റിമൂവർ വൈപ്സ് യൂസ് ചെയ്യാറുണ്ട്. അത് വളരെ ചെറിയ സ്മോൾ കണ്ടെയ്നറാണ്, ഇത്ര ബിഗ് അല്ല. ആൻഡ് ഇതിൽ നമുക്ക് അലോവേര ആൻഡ് ഒലീവ് ഓയിൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ആൻഡ് വൈറ്റമിൻ ഇ ഓൾറെഡി ഉണ്ട്. സോ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്രൈസും റീസണബിൾ തന്നെയാണ്. ഇതിൽ ആക്ച്വലി 30 വൈപ്സ് ഉണ്ട് ആൻഡ് 49 റുപ്പീസാണ്. നിങ്ങൾക്കിവിടെ ബാക്കിൽ പ്രൊഡക്റ്റ് എക്സ്പയറി, മാനുഫാക്ചറിങ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് പാക്കേജിങ് കുറച്ച് ബിഗ് പോലെ തോന്നി. ഡാസ്ലർ നൈക്കയുടെ ചെറിയ പാക്കേജിംഗ് ആണ്. ഇത് കുറച്ച് ബിഗ് കണ്ടെയ്നറാണ്. വൈപ്സ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നെയിൽ പോളിഷ് ഏത് ടൈപ്പ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണമെങ്കിൽ ഗ്ലിറ്റർ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ, സ്വിസ് ബ്യൂട്ടീൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ അത് നമുക്ക് ആ ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിരിക്കണം. ആൻഡ് ഇതിലെ വൈപ്പും കുറച്ച് ബിഗ് തന്നെയാണ്. ഇനി നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നോർമൽ ഡാസ്ലർ നൈക്കയുടെ വൈപ്സ് യൂസ് ചെയ്യണമെങ്കിൽ സ്മോളാണ് ആൻഡ് അത് ജസ്റ്റ് 2 ഫിംഗേഴ്സ് മാത്രം നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നമുക്ക് ഈ വൈപ്പ് യൂസ് ചെയ്ത് എത്ര ഫിംഗേഴ്സിൻ്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റും നോക്കാം. ഓൾറെഡി നെയിൽ പോളിഷ് 2 കോട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്ലിറ്റർ നെയിൽ പോളിഷും യൂസ് ചെയ്തിട്ടുണ്ട്. സോ 3 കോട്ട് ആൻഡ് 1 ടോപ്പ് കോട്ടുമുണ്ട്. 4 കോട്ട്സുള്ള നെയിൽ പോളിഷ് നമുക്ക് വളരെ ഈസിയായി ഞാൻ 3 ഫിംഗേഴ്സിൻ്റെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് വൈപ്പിൽ നമുക്ക് ഇനിയും റിമൂവ് ചെയ്യാൻ പ്ലേസ് ഉണ്ട്. നമുക്ക് ഈ ഫിംഗറിൻ്റെയും റിമൂവ് ചെയ്ത് നോക്കാം. നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വൈപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിൽ പോളിഷ് വളരെ ക്ലിയറായി വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ അവിടെ ഡ്രൈ ആവില്ല. മോയ്സ്ചറൈസർ അതുപോലെ തന്നെ ഉണ്ടാവും. നെയിൽ പോളിഷ് റിമൂവർ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമുക്കൊരു നെയിൽ പോളിഷ് നോക്കാം. വളരെ ന്യൂഡായിട്ടുള്ള സൂപ്പർ ഷെയ്ഡാണ്. ഞാനവിടെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ ശേഷമാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ഷെയ്ഡ് ഷീർ ആൻഡ് 02 ആണ്. ആൻഡ് 9 ml പ്രോഡക്റ്റിന് 79 റുപ്പീസാണ്. ബട്ട് വളരെ ന്യൂഡ് കളേഴ്സാണ്. നമ്മുടെ ഏത് സ്കിൻ ടോൺ ഫിംഗേഴ്സിനും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ബട്ട് 2 കോട്ട് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ജസ്റ്റ് സിംഗിൾ കോട്ട് മതിയാവില്ല.
ന്യൂഡ് കളർ നെയിൽ പോളിഷെങ്കിൽ നമ്മൾക്ക് ഏത് ഒക്കേഷനിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. നമുക്കൊരു മാരേജ് ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മൾ വളരെ ന്യൂഡ് മേക്കപ്പാണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിലും നമ്മുടെ ഫിംഗേഴ്സിനും നമ്മുടെ ഇതുപോലെ ന്യൂഡ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏത് സ്കിൻ ടോണും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നെയിൽ പോളിഷ് ഡാർക്കർ ഷെയ്ഡ്സ് ഒന്നും ഇഷ്ടമല്ല ആൻഡ് നമ്മുടെ നെയിൽസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് നെയിൽ പോളിഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് സുഡിയോ സൺസ്ക്രീൻ വൈപ്സ് ആണ്. വിത്ത് SPF അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ വൈപ്സ് ആൻഡ് ഇത് SPF 15 ആൻഡ് ഇതിൽ 10 നമ്പേഴ്സാണ് ഉള്ളത്. 49 റുപ്പീസാണ്. നിങ്ങൾക്കിവിടെ ബാക്കിൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൽ ഇൻഗ്രീഡിയൻറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറ്റ് വൈപ്സ് എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ പുറത്ത് വെച്ചിരിക്കാൻ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് ഡ്രൈ ആയി പോവും. സോ ഇവിടെ ഞാൻ 2 പർച്ചേസ് ചെയ്തത്. ഷോപ്പിംഗ് കഴിഞ്ഞ ശേഷം ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഇത് നമ്മൾ യൂസ് ചെയ്ത ശേഷം നമ്മുടെ കൈകൾ നല്ല മോയ്സ്ചറൈസറാണ്. ഐ തിങ്ക് അതിൽ SPF ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കൈകൾക്കൊക്കെ ഒരു മോയ്സ്ചറൈസർ ഫീൽ ചെയ്തത്. നെയിൽ പോളിഷേഴ്സ് യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ ആക്ച്വലി ടോപ്പ് കോട്ട് ബേസ് കോട്ട് നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത്. ബേസ് കോട്ട് എന്ന് പറയുന്നത് നമ്മൾ നെയിൽസ് സേഫ് ചെയ്യാൻ, നമ്മൾ യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷിൽ കെമിക്കൽസ് ഒന്നും നമ്മുടെ നെയിൽസിൻ്റെ കളർ ചേഞ്ച് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ബേസ് കോട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ടോപ്പ് കോട്ട്. ഇത് നമ്മൾ നെയിൽ പോളിഷ് എല്ലാം ഇട്ടതിന് ശേഷം അത് എത്ര മാറ്റ് ഫിനിഷിംഗ് ആയാലും എത്ര ഗ്ലോസി ആയാലും നിങ്ങൾക്കതിന് എക്സ്ട്രാ ഗ്ലോസി എഫക്റ്റ് നൽകാനായിട്ടാണ് നമ്മൾ ഈ ടോപ്പ് കോട്ട് യൂസ് ചെയ്യുന്നത്. ഇതും 79 റുപ്പീസാണ്. 9 ml പ്രൊഡക്റ്റാണ്. 79 റുപ്പീസ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഒരുപോലെ ആവശ്യമുള്ള ഒരു വീഡിയോ ആണ്. സോ ഈ ക്ലിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഒരുപോലെ യൂസ് ചെയ്യുന്ന ക്ലച്ചർ ക്ലിപ്സ് ആണ്. ആൻഡ് ജസ്റ്റ് 79 റുപ്പീസ് ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. കളർ കോംബോ ആണ് അവിടെ. ഞാൻ ഈ കളേഴ്സാണ് സെലക്ട് ചെയ്തത്. ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് സൈസ് ഷേപ്പ് അവൈലബിൾ ആണ്. ബിഗ് വണ്ണും ഇതിന് മുമ്പുള്ള ഞാൻ വീഡിയോസിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ബിഗ് വൺ ആൻഡ് ഇപ്പോൾ ഇത് സ്മോൾ വളരെ ക്യൂട്ടായി തോന്നി ഇത് പർച്ചേസ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യണമെങ്കിലും നമ്മൾ ഹെയർ കളർ യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ നോർമലി യൂസ് ചെയ്യാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്, ഫ്ലെക്സിബിളാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഞാൻ പർച്ചേസ് ചെയ്യില്ല എന്ന് വിചാരിച്ച ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി. സോ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ്. സൂഡിയോയുടെ ബ്ലഷാണിത്. ജസ്റ്റ് 199 റുപ്പീസാണ്. പാക്കേജിങ് കുഴപ്പമില്ല എന്ന് തോന്നി. റോസ് ഗോൾഡ് ഷെയ്ഡാണിത്. പർച്ചേസ് ചെയ്യില്ല എന്ന് പറയാൻ കാരണം ജസ്റ്റ് 199 റുപ്പീസ് നമ്മുടെ അണ്ടർ ബഡ്ജറ്റിലുള്ള പ്രൊഡക്റ്റാണ് വിചാരിച്ച് മാത്രം പർച്ചേസ് ചെയ്യരുത്. കാരണം ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എത്ര ഹൈ പ്രൈസ്ഡ് പ്രൊഡക്റ്റ് ആയാലും ശരി നമ്മളെല്ലാവരും ഇൻഗ്രീഡിയൻസ് ഒന്നും ശരിക്കും നമ്മൾ നോക്കാൻ പോകുന്നില്ല. എല്ലാ ഇൻഗ്രീഡിയൻസ് നോക്കി നമ്മളെല്ലാം അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാറില്ല. ബട്ട് നമ്മളുടെ ഫേസിൽ എന്തെങ്കിലും പ്രോബ്ലം വരാനുള്ള പ്രൊഡക്ട്സ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ആൻഡ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സേഫായിട്ടുള്ള ക്യാപ്പും ഉണ്ട്. ചീക്കി ഷൈൻ ഹൈലൈറ്ററാണ്. ഇത് ക്രീമി റോസ് ഗോൾഡ് ഷെയ്ഡ്. ഞാനവിടെ ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. അവിടെ ഒരു ഗോൾഡൻ ഷെയ്ഡും അവൈലബിൾ ആണ്. കോപ്പർ കളർ ഐ തിങ്ക്. ആ ഹൈലൈറ്ററിൻ്റെ ഷെയ്ഡ് ആൻഡ് ഇതും നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ പർച്ചേസ് ചെയ്യില്ല. അത് കുറച്ചൊരു ബാഡ് ലുക്കായിട്ടാണ് ഫീൽ ചെയ്തത്. ബട്ട് ഇതിന് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിച്ചു. അതുകൊണ്ട് ഇത് പർച്ചേസ് ചെയ്തു. ഇനി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട്സ് അറിയുള്ളൂ. 199 റുപ്പീസ് ക്രീമി റോസ് ഗോൾഡ് സൂഡിയോ ചീക്കി ഷൈൻ ഹൈലൈറ്ററാണിത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ലിപ്പ് ലൈനറാണ്. ജസ്റ്റ് 99 റുപ്പീസിനുള്ള ലിപ്പ് ലൈനർ ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വെൽവെറ്റ് വൈൻ. അവിടെ ഐ തിങ്ക് ഇതുപോലെ തന്നെ 2 ഷെയ്ഡ്സും കൂടി ഇനി അവൈലബിൾ ആണ്. ഇവിടെ ബ്രൗൺ ആൻഡ് 1 റെഡ് കളർ. ബട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുഴപ്പമില്ലാന്ന് തോന്നി പർച്ചേസ് ചെയ്തു. ജസ്റ്റ് 99 റുപ്പീസ് മാത്രമാണ്. ആൻഡ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ബ്രോക്കായി പോകുന്നുണ്ടായിരുന്നു. സോ ഇത് വളരെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്. ബട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇത് ട്വിസ്റ്റ് ചെയ്താൽ മതി. ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിൽ പേരിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ വളരെ വെൽവെറ്റ് ആയിട്ടുള്ള സ്മൂത്ത് ടെക്സ്ചറാണ്. ഫിനിഷിങ് അടിപൊളിയാണ്. സോ 99 റുപ്പീസിന് ലിപ്പ് ലൈനർ. നമുക്കിത് യൂസ് ചെയ്തിട്ട് തന്നെ ലിപ്സ്റ്റിക്കായി നമുക്ക് ചിലവർ യൂസ് ചെയ്യാറുണ്ട്.
ഈ വെൽവെറ്റ് വൈൻ ഷെയ്ഡ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്. നമ്മൾ പുറത്ത് ഡേ ലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കളേഴ്സിൽ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് വളരെ പെട്ടെന്ന് ബ്രോക്ക് ആവും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ട്വിസ്റ്റ് ചെയ്താൽ മതി. ആൻഡ് വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് ഒരിക്കലുമില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് അല്ല, വളരെ പെട്ടെന്ന് തന്നെ സ്മഡ്ജ് ആവും. നെക്സ്റ്റ് വൺ ഐലൈനറാണ്. ഇത് 99 റുപ്പീസിൻ്റെ ഐലൈനർ. ഇതിനു മുമ്പ് ഞാനൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിരുന്നു. ലോങ് ലാസ്റ്റിംഗ് അല്ല, അത് നമ്മൾ ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്മഡ്ജായി പോവും. ഈ ബ്ലൂ വൺ യൂസ് ചെയ്ത് കളർ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ജസ്റ്റ് പർച്ചേസ് ചെയ്തത്. ബട്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ പെട്ടെന്നാണ് ഡ്രൈ ആവുന്നത്. ഈ 2 ഷെയ്ഡ്സ് നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് നമുക്ക് ബ്രൗൺ വൺ, ഐ തിങ്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു, ഇത് ഓൾറെഡി ഞാൻ ഓപ്പൺ ചെയ്തിരുന്നു. ആൻഡ് ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ആൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് പോവും പ്രോഡക്റ്റ്. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റ് ഫിനിഷിങ് ലുക്കാണ് ഇത് നൽകുന്നത്. 2 കളേഴ്സും, ബ്ലൂ വൺ ആയാലും ബ്രൗൺ വൺ ആയാലും. ഇന്നത്തെ ആളുകളെല്ലാവരും ഈ സൂഡിയോയുടെ പർച്ചേസിങ് കണ്ടിന്യൂ ചെയ്യാൻ കാരണം എല്ലാം അണ്ടർ ബഡ്ജറ്റ് പ്രോഡക്റ്റ്സ് ആണ്. കാരണം നമുക്ക് ആവശ്യമുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ജസ്റ്റ് 100 റുപ്പീസിൻ്റെ ഉള്ളിൽ, ഒരു ബ്ലഷ് ആയാലും നമുക്ക് ബിലോ 100, 125. സൂഡിയോയുടെ എല്ലാ പ്രോഡക്ട്സും ഇങ്ങനെ അണ്ടർ ബഡ്ജറ്റ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും പർച്ചേസ് ചെയ്യുന്നത്, ട്രൈ ചെയ്യുന്നത്. സോ ഇതാണ് ബ്ലൂ ഷെയ്ഡ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്. സോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.